ഗൈസ്, ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ നോക്കാം കേട്ടോ. ഇന്ന് എൻ്റെ ലൈഫിൽ ഒട്ടും മറക്കാൻ പറ്റാത്തൊരു ഡേ ആണ്. കാരണം ഇന്ന് എൻ്റെ ഓഫീസിലെ ഫസ്റ്റ് ഡേ ആണ്. ഞാൻ വർക്കിന് പോകാൻ പോവാണ്. അതിന് മുന്നേ നമുക്ക് ഒരുങ്ങുന്നതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ എടുത്തതാണ് രാവിലെ തന്നെ എഴുന്നേറ്റ് ഫേസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ്. പ്ലമ്മിൻ്റെ മാറ്റിഫൈങ് മോയ്സ്ചറൈസറാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ്, അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ നമ്മുടെ ഫേസിലേക്ക് ഒന്ന് ഇട്ട് മസാജ് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ ലാഷ് ഷീൽഡിൻ്റെ SPF 50 PA+++ ഉള്ള സൺസ്ക്രീൻ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൊട്ടക്ഷൻ തരുന്നതാണ്. പിന്നെ സെൻസിറ്റീവ് സ്കിൻ ഇത് ഭയങ്കര അടിപൊളിയാണ്. ഡെർമറ്റോളജിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡും കൂടെയാണ് കേട്ടോ. നന്നായിട്ട് തന്നെ ഫേസിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സൺസ്ക്രീൻ ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വൈറ്റ് കാസ്റ്റ് തന്നെയാണ്. കാരണം ഇത് ഫിസിക്കൽ സൺസ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റ് കാസ്റ്റ് എന്തായാലും ഉണ്ടാവണം. നമ്മൾ നന്നായിട്ട് തന്നെ ഫേസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പം ഈ വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. പിന്നെ നന്നായിട്ട് തന്നെ ഫേസിലിട്ട് കൊടുക്കും. നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണും ഒരു പർപ്പിൾ അല്ലെങ്കിൽ ഒരു വയലറ്റ് കളർ പോലത്തെ, ഒരു ലൈറ്റ് വയലറ്റ് കളർ പോലത്തേക്കുള്ളൊരു കളർ കാണാം. ഇത് എൻ്റെയൊക്കെ ഒരു സ്കിൻ ടോൺ, പിന്നെ ഒരു മീഡിയം സ്കിൻ ടോണൊന്നും ഭയങ്കര വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഒരു ഡസ്കി ഡീപ്പർ സ്കിൻ ടോണിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ ചിലപ്പം വൈറ്റ് കാസ്റ്റ് നന്നായിട്ട് അറിയാൻ പറ്റുമായിരിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വെറ്റ് റെസിസ്റ്റൻറ്റും വാട്ടർ റെസിസ്റ്റൻറ്റും ആയതുകൊണ്ട് തന്നെ ഇത് വൺസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിയർത്ത് കഴിഞ്ഞാൽ ഒലിച്ചു വരും എന്നുള്ള പേടി കാര്യങ്ങളൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഇതിട്ടിട്ട് പോയത്. കാരണം ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ മഴ നനഞ്ഞാലും ഇതങ്ങനെ ഒലിച്ചു പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് തന്നെ ഇതിട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു 2 മിനിറ്റ്സ് അങ്ങനെ വിടും. ആ സമയം കൂടെ നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യാം. അപ്പോൾ ഇത് ആ 2 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നന്നായിട്ടൊന്ന് അബ്സോർബ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫിംഗേഴ്സ് വെച്ച് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഫേസിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഈസിലി അങ്ങോട്ട് സെറ്റാവും. ഈസിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഈസി അല്ല, കുറച്ച് ടൈം നമ്മൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇതൊട്ടും തന്നെ ടാൻ ആവുന്നില്ല എന്നൊരു കാര്യമാണ്. എനിക്ക് ടാൻ ആയിട്ടേ ഇല്ല ഈ ഒരു സൺസ്ക്രീൻ ഇടുന്ന സമയത്ത്. പക്ഷേ ഈ വൈറ്റ് കാസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന ഒരു പാട് മാത്രമാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്തൊരു കാര്യം. പിന്നെ അതിൻ്റെ പുറത്ത് ഞാൻ കുറച്ചൊരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ലൈറ്റായിട്ട് ഒരു ഇച്ചിരി മാത്രം എടുത്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഫേസിൽ ആ ഒരു ടോൺ ഒന്ന് ഈവനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് കൈവച്ച് തന്നെ ഒന്ന് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ബ്രഷ് ഒന്നും യൂസ് ചെയ്യണ്ട. കൈവച്ചാകുമ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു നല്ല നാച്ചുറൽ ഫിനിഷ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ യൂസ് ചെയ്തത് വന്നിട്ട് പ്ലമ്മിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. അടിപൊളി ഫൗണ്ടേഷനാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് പ്ലമ്മിൻ്റെ ഫൗണ്ടേഷൻ. ഞാൻ ഓൾറെഡി ഒരെണ്ണം കൂടെ റീസ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫസ്റ്റ് നമ്മൾ എടുത്ത ബോട്ടിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ തീർന്നിട്ടില്ല. അപ്പം പിന്നെ വീഗനും കൂടെ ആയതുകൊണ്ട് ഈ ഒരു ബ്രാൻഡ് നമുക്ക് വേറെ സ്കിന്നിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ പ്ലമ്മിൻ്റെ തന്നെ ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പ്ലമ്മിൻ്റെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡിലൊന്നാണ് കേട്ടോ, Blush R എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഇതെൻ്റെ ഡെയിലി ഗോ ടു ലിപ്സ്റ്റിക് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഭയങ്കര അടിപൊളിയാണ്. മേടിക്കുന്നെങ്കിൽ മേടിച്ചു, അത്ര അടിപൊളിയാണ്. ഒരു 400-500 റേഞ്ചിലൊക്കെ ആയിരിക്കും, ചിലപ്പോൾ അതിലും വിലക്കുറവിൽ ഓഫേഴ്സൊക്കെ ഉള്ള ടൈമിൽ അവൈലബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്നും നോക്കണ്ട, ഇത് മേടിച്ചു. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഞാൻ പൗഡർ എടുത്തിട്ട് എൻ്റെ ഫേസ് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ അമ്മാതിരി ഓയിലി സ്കിന്നാണ്, ഭയങ്കര ഓയിൽ വരുന്ന പോലത്തെ സ്കിന്നാണ്. അപ്പോൾ നന്നായിട്ട് എൻ്റെ ഫേസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഐസും അതേപോലെ ഓയിലിയാണ്. അപ്പോൾ കണ്ണിൻ്റെ അവിടെയൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ പൗഡർ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് ഓൾ ഡേ ഞാൻ വരുന്നത് വരെ എൻ്റെ ഫേസിൽ ഭയങ്കരമായിട്ട് ഓയിൽനെസ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യൂല. ഇത് പോൺസിൻ്റെ പൗഡറാണ്. 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഈ പൗഡർ മേടിക്കുമ്പോൾ. പക്ഷേ അടിപൊളി പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാക്കി തരും. നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്ലർഡ് എഫക്റ്റ് ഒക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. പോർസൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഐബ്രോസ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇത് 60-65 രൂപയ്ക്ക് ഞാൻ മേടിച്ചൊരു ഐബ്രോ പെൻസിലാണ്. എനിക്ക് തോന്നുന്നു നൈക്കെന്നാണെന്ന് തോന്നുന്നു മേടിച്ചത്. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ എഴുതി കൊടുക്കുന്നുണ്ട്. ഷെയ്ഡ് വന്നിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡാണ്. മിസ് ക്ലെയറിൻ്റെ ആണോ സ്വിസ് ബ്യൂട്ടിയുടെ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഭയങ്കര ലാഭമാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഐലൈനർ തീരെ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മിററിൽ നോക്കി എഴുതി. കാരണം ഫോണിൽ നോക്കി എഴുതുമ്പോൾ അത്രയും ടൈം പോകും. പിന്നെ കമ്മലിട്ട് കൊടുക്കുന്നത് ഒരു ഹൂപ്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ടോപ്പ് വന്നിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ചൊരു ടോപ്പാണ് കേട്ടോ, എൻ്റെ ഫ്രണ്ട് മേടിച്ചു തന്നെ. അപ്പോൾ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുടി സെറ്റ് ചെയ്യാം. അതാണ് ഒരു ടാസ്ക്. കാരണം കെട്ടി വെച്ചിട്ട് പോകണോ, കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ മുടി എന്തായാലും കളവാം. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ 2 സ്ലൈഡ് കുത്തി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പോകാം. സോ ദാറ്റ് നമുക്ക് അവിടെ ചെന്നിട്ട് ഹെൽമെറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുടി കെട്ടി വയ്ക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ സ്ക്രഞ്ചീസ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മുടി ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തിട്ടിട്ട് പെർഫ്യൂം അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓയിൽ പെർഫ്യൂം എന്ന് പറയുന്നതിന് എനിക്കറിയില്ല അതിന് കറക്റ്റ് എന്താ പറയുന്നത്. പക്ഷേ അടിപൊളി മണമാണ്. ക്ലിയോപാട്ര എന്നാണ് കേട്ടോ പേര്. അടിപൊളിയാണ്. അങ്ങനെ ഞാൻ ഓൾ സെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.